രാഹുൽ, സണ്ണി ജോസഫ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു. സഹോദരിയുടെ ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചു എന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തതും വിവാദമായതും ഒക്കെ തന്നെയായിരുന്നു. ബന്ധു നിയമനം എന്ന പേരിൽ അത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് ബെന്നി തോമസ് രാജിവെച്ചിരിക്കുകയാണ് ആ പദവിയിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ പറയുന്നത് അദ്ദേഹം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ട് തിരിച്ചുപോയി തെറ്റുകൾ തിരുത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ ബെന്നി തോമസിന്റെ നിയമനം എന്ന് പറയുന്നത് സണ്ണി ജോസഫിന് പറ്റിയ ഒരു തെറ്റായിരുന്നു. ഈ ബന്ധു നിയമനങ്ങളെയൊക്കെ പറ്റി കളിയാക്കി പറയുന്ന ഈ CPM ആണല്ലോ. ഇപ്പൊ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഒരു കുറ്റി തെറിച്ചു, അടുത്ത കുറ്റി ആര് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ട്രോളുകളൊക്കെ ഉണ്ടാക്കി വിടുന്നത്. ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബന്ധു നിയമനങ്ങളെ പറ്റി പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. ഒരു ഡസൻ ബന്ധു നിയമനങ്ങളുടെ എണ്ണം എണ്ണി പറയാൻ പിണറായി മന്ത്രിസഭയിലും ഉണ്ടായിരുന്നു, പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും എത്ര നമ്മൾ കണ്ടതാണ്. അതെ, ഇപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ MLA മാരാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഏതൊരു സർക്കാരാണോ അധികാരത്തിലിരിക്കുന്നത് അവരുടെ ഓഫീസുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അവരുടെ യോഗ്യതകൾ, അവരുടെ മെറിറ്റുകൾ എല്ലാം പരിശോധിച്ച് അവർക്കിത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുകൂടെ പരിശോധിച്ച് വേണം ഇത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിൽ ഈ പറഞ്ഞ മെറിറ്റുകൾ ഒന്നുമില്ലാതെ അതും ഒരു കണക്കൊക്കെ ഇല്ലേ, എത്ര പേരെ നിയമിക്കുക എന്നുള്ളതിലും അല്ലെങ്കിൽ എത്ര സ്വജനപക്ഷപാതം എത്ര ലെവലിൽ കാണിക്കുക എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ സ്വജനപക്ഷപാതം എന്നുള്ള ഒരു ഫാക്ടർ അതിൽ ഉണ്ടായിരുന്നില്ല. ബേസിക്കലി അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇദ്ദേഹത്തെ നിയമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കോലാഹലങ്ങളെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബെന്നി തോമസിന്റെ മെറിറ്റുകളായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു പാർട്ടി പ്രവർത്തകന് അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു നേതാവിന് ഇരിക്കാൻ പറ്റിയ പൊസിഷൻ തന്നെയായിരുന്നു അത്. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടു. എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിനെ ഒഴിവാക്കി ജനങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം അതേപോലെ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ജനങ്ങൾ തിരിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ജനങ്ങളായിരിക്കണം കോൺഗ്രസിന്റെ PR വർക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ LDF സർക്കാർ ഏറ്റവും കൂടുതലും കേട്ട പഴി എന്ന് പറയുന്നത് ഒരു PR സർക്കാർ എന്നാണ്. പിണറായി വിജയൻ സർക്കാരിനല്ല, PR പത്രപരസ്യങ്ങളിലൂടെ തന്റെ മുഖം, തന്റെ ചിത്രം, വേറൊന്നും വേണ്ട, ഞങ്ങളല്ലാതെ മറ്റാര്. ഈ ഒറ്റ PR കൊണ്ടായിരുന്നു പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇടനിലക്കാരെയും സ്വന്തം പാർട്ടിക്കാരെയും അതേപോലെ തന്നെ ബന്ധു നിയമനങ്ങളും നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കും ഇവരും അവരും തമ്മിൽ ഒരു മാറ്റവുമില്ലല്ലോ എന്ന്. പക്ഷേ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവാണ് ഈ ബെന്നി തോമസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മെറിറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം അടികുറച്ചൊരു കോൺഗ്രസ്സുകാരനാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ അതാണ് നോക്കേണ്ടത്. ഇപ്പോ ഇവിടെയുള്ള കോൺഗ്രസിന്റെ പേഴ്സണൽ സെക്രട്ടറിമാരെല്ലാവരും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന, ആ പാർട്ടിയിലൂടെ വളർന്നു വന്നിട്ട് ആരെങ്കിലും ആയിരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലും അടുത്ത് നിൽക്കുന്ന ഒരാൾ, വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ ഈ ബെന്നി തോമസ് ആയിരുന്നു. കോൺഗ്രസ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സംഘടനാ പദവികൾ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോ അത് ചെറിയ പോസ്റ്റ് ഒന്നുമല്ല. അതുകൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കഴിവുകൾ മുഴുവൻ തെളിയിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും സഹോദരി ഭർത്താവുമ്പോൾ കുറച്ചുകൂടി അടുപ്പം ഉണ്ടാവും. പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരികയാണെങ്കിൽ കൂടുതലും അദ്ദേഹത്തിന് നന്നായിട്ട് കൊണ്ടുപോകാം. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത്തരത്തിൽ ഒരു വിവാദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരിക്കും. പക്ഷെ വേണമെങ്കിൽ അദ്ദേഹത്തിന് മാറ്റിവെക്കാമായിരുന്നു. ഇപ്പോ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ, അതായത് ഇപ്പോൾ ബെന്നി തോമസിനെ മറ്റൊരു മന്ത്രിയുടെ സ്റ്റാഫിലേക്കും ആ സ്റ്റാഫിനെ ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഒരു വിഷയവും ഉണ്ടാകത്തില്ലായിരുന്നു. മാധ്യമങ്ങൾ ഇത്രയും വലിയ വിഷയവും ഉണ്ടാക്കത്തില്ലായിരുന്നു. പക്ഷെ ഇതിനകത്ത് അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം ഉറച്ച പാർട്ടിക്കാരനാണ്, DCC ജനറൽ സെക്രട്ടറിയാണ് ഞാൻ വെക്കുന്നത്, സഹോദരി ഭർത്താവ് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും അയാൾ യോഗ്യനാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മതി എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ ജനങ്ങൾ തിരിയുന്നത്, ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്, അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കുപ്പായത്തിൽ ആ ഖദറിൽ ഒരു കറ പോലും വീഴാതിരിക്കാൻ വേണ്ടി ബെന്നി തോമസും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സണ്ണി ജോസഫിന്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ രാജി അറിയിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് മെറിറ്റുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. പക്ഷേ ബെന്നി തോമസിന് കൃത്യമായിട്ട് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഖദറിൽ ഒരു കറ പോലും വീഴരുത് എന്നുള്ളതുണ്ടായിരുന്നു. അതെ, ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, രാജിവെച്ചിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ എന്ന്. പക്ഷെ അതങ്ങനെയല്ല. ആവശ്യമില്ലാത്തൊരു വിവാദം തന്റെ നേരെയും അതുപോലെ തന്നെ മന്ത്രിക്ക് നേരെയും ഉണ്ടാകരുത് എന്നുള്ള ഒരു ബേസിക് തോട്ടിൽ നിന്നാണ് ഇത് ഉണ്ടായത്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് റിപ്പീറ്റ് ചെയ്തു വരുമ്പോൾ തിരുത്തുക എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ 100 കൂട്ടം ക്യാപ്സ്യൂളുകൾ അടിച്ചിറക്കിയിട്ടല്ല തിരുത്തേണ്ടത്. ബേസിക്കലി പൊതുജനം ഓരോ സർക്കാരുകളെയും വിമർശിക്കുന്നത് കമ്പാരിറ്റീവ് ആയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിനെ കുറേയധികം എല്ലാവരും അഭിനന്ദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷങ്ങൾ ഇവിടെ ഇല്ലായിരുന്ന പലതും ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കമ്പാരിസൺ ആണ് വരുന്നത്. ഇപ്പോൾ വി.ഡി. സതീശൻ ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഫാക്ടർ ആകുന്നത് മുൻപത്തെ മുഖ്യമന്ത്രി ചിരിക്കില്ല എന്നുള്ളൊരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ കമ്പാരിസൺ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ വിഷയവും ഇവിടെ വരുന്നത്. അപ്പോൾ സ്വജനപക്ഷപാതം കാണിക്കുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കോൺഗ്രസിന് ഉറക്കെ പറയാൻ സാധിക്കും. അത് മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബെന്നി തോമസിന്റെ നിയമന സമയത്താണെങ്കിലും അത് സ്വജനപക്ഷപാതത്തിന്റെ ഭാഗമായിരുന്നില്ല. പക്ഷെ അത്തരത്തിലൊരു വിമർശനം പൊതുജനത്തിന് ഉന്നയിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലെ, ഈ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ എന്തോ വലിയ സംഭവമാണ്, ആർക്കും ചെന്ന് തൊടാനോ കാണാനോ കഴിയാത്ത അത്രയ്ക്ക് നമ്മളെക്കാട്ടും ദൂരം നിൽക്കുന്ന എന്തോ വലിയ പദവിയിൽ നിൽക്കുന്ന എന്തോ വലിയ മനുഷ്യരാണ്. അതുപോലെ തന്നെ രാഹുൽ, ഇവർ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകില്ലായിരുന്നു. നമ്മൾ വിചാരിക്കുമായിരുന്നു മന്ത്രിമാര് പറയുന്ന ഭാഷ ഇതായിരിക്കണം, ഇതാണ് ശരിക്കും മന്ത്രിമാര് ഡീൽ ചെയ്യേണ്ട രീതി എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് വളരെ നോർമലായിട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന മന്ത്രിമാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പയർ ചെയ്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയെ നമുക്ക് ദൂരെ നിന്ന് കാണുക, റോഡിലൂടെ 1000 വണ്ടിയുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതിൽ ഏതാണ് മുഖ്യമന്ത്രി എന്നിങ്ങനെ കണ്ണു തുറന്ന് നോക്കേണ്ട ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോകുന്ന മുഖ്യമന്ത്രി ദൂരെ ഏതെങ്കിലും പരിപാടിക്ക് വരികയാണെങ്കിൽ അതിന്റെ 7 അയലോക്കത്ത് പോലും ആരെയും അടുപ്പിക്കാതെ വരുന്ന വഴിക്ക് എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി എന്തോ വലിയ സംഭവമാണ്, ഇന്ന ആളുകൾക്കൊന്നും അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല, പാർട്ടിയുടെ പെർമിഷൻ വാങ്ങിച്ച് പാർട്ടിക്കാരെ അങ്ങോട്ട് കടത്തിവിട്ടെങ്കിൽ മാത്രമേ പിണറായിക്ക് ചെന്നിട്ട് ഒരു കൈ കൊടുക്കാൻ പോലും കഴിയൂ, അല്ലെങ്കിൽ ദൂരെ നിന്ന് കാണാൻ പോലും കഴിയൂ എന്നുള്ളൊരു അവസ്ഥ നിലനിന്നിരുന്നു. അത് പിണറായി വിജയന് മാത്രമല്ല, ഈ മന്ത്രിമാർക്ക് മുഴുവൻ, എല്ലാ മന്ത്രിമാരും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എന്തോ വലിയൊരു സംഭവമാണ്, തന്നെത്താൻ പറയത്തില്ല, ഞാൻ തന്നെയാണ് ഞാൻ തന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ആയിരുന്നു ഈ മന്ത്രിമാർ. ഞാൻ ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്, ഈ രീതിയിൽ ഞാൻ മന്ത്രിയാണ്, എന്റെ അടുത്ത് വരാൻ നീ ആരാ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള മന്ത്രിമാരുടെ പ്രകടനങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയെ തന്നെ നമ്മൾ കണ്ടതാണ്. കടക്ക് പുറത്ത് നിങ്ങൾ ആരാണ് ഇവിടെ വന്ന് നിൽക്കാൻ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക്. ഇതേ സമയം ഇപ്പോൾ UDF അധികാരത്തിൽ വന്നതിന് ശേഷം നിയമസഭയിൽ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിറയെ ആളുകളാണ്. ജനങ്ങളെ ഇങ്ങനെ ഒന്ന് മാറോ ചേച്ചി എന്ന് പറഞ്ഞ് മാറ്റി പോകേണ്ട അവസ്ഥയുണ്ട്. ഇപ്പുറത്ത് ഇവരുടെ ഓഫീസുകളിൽ, ഇവരുടെ മണ്ഡലങ്ങളിലെ ഓഫീസുകളിൽ എല്ലായിടത്തും ജനത്തിരക്കാണ്. സാധാരണ ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. ഞാനിപ്പോ PK ബഷീറിന്റെ ഒരു റീല് കണ്ടു. അദ്ദേഹം അവിടെ വണ്ടിപ്പൂട്ട്, അദ്ദേഹം വണ്ടിയിൽ വന്ന്, അതായത് മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെയാണ്, വയലിലാണ് നടക്കുന്നത്. വയലിൽ നമ്മൾ കാളപൂട്ട് പോലെ വണ്ടി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴുതുമറിക്കുന്നൊരു കാഴ്ചയാണ്. ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നതാണ്. അദ്ദേഹം തന്നെ വണ്ടിയിൽ കയറിയിരുന്ന്, ഗണേഷ് കുമാർ ആയിരുന്നെങ്കിൽ ഈ വണ്ടി ഇന്ന വണ്ടിയാണ്, മോഡലെല്ലാം പറഞ്ഞു തന്നേനെ. അദ്ദേഹം നേരെ വന്നു, അതെ. അപ്പോ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട്, ഞാൻ തന്റെ കാള പൂട്ടാൻ പോവുകയാണ്, വണ്ടി പൂട്ടാൻ പോവുകയാണ്, ഈ വണ്ടിക്ക് ഇന്ന സ്റ്റിയറിംഗ് ഉണ്ട്, ഈ വണ്ടിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ പിള്ളേരുടെ വണ്ടിയാണ്, ദാണ്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ പോകുന്നു. ഇപ്പോ PK ബഷീറിന്റെ അടിയിലത്തെ കമന്റ് സീറ്റ് ബെൽറ്റ് മന്ത്രിക്ക് വേണ്ട എന്നുള്ളതൊക്കെ ആയിരിക്കും
വണ്ടിയൊക്കെ കമ്പികൾ നോക്കി വെക്കുന്നത്. അപ്പം അത്തരത്തിൽ അദ്ദേഹം ഇറങ്ങി വന്നു, ജനങ്ങളുടെ മുന്നിലേക്ക് വന്നു, ജനങ്ങൾക്ക് കൈ കൊടുക്കുന്നു, ഈ പിള്ളേർ സെറ്റിന്റെ ഇടയിലൂടെ വണ്ടി ഒഴിച്ചു പോകുന്നു. ഇവർക്ക് അതൊക്കെ ഒരു ആവേശമാണ്. ഇപ്പോൾ മോഡിഫിക്കേഷൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അതിനെ മുഴുവൻ വലിയ രീതിയിൽ മാറ്റുന്ന രീതിയിൽ. അപ്പോൾ എന്താണ് അതിൽ നടന്നത്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പഠനം നടത്തി ഇന്ന കാര്യങ്ങൾ അനുവദിക്കാം എന്ന് പറഞ്ഞ് മന്ത്രിക്ക് കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കിട്ടി. മാധ്യമങ്ങൾ അത് പബ്ലിഷ് ചെയ്തിട്ട് ഇത്രയും മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ വളച്ചൊടിച്ചു. ഇതാ റിപ്പോർട്ടുകൾ വന്നു, 18 ഇനങ്ങൾ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഇത് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടാണ്. സർക്കാർ അതിന്മേൽ വീണ്ടും റിപ്പോർട്ട് കൊടുത്ത സർക്കാരിന് ഇനി അത് പഠിച്ചതിന് ശേഷം സർക്കാരിന് ഇതിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം, ഇപ്പോ കോടതിയോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിച്ചോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റാം എന്നുള്ളത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്ന വണ്ടികൾ വരികയാണെങ്കിൽ അതിന് എന്തെല്ലാം മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് അതിനെ പുറത്തിറക്കാം. മോഡിഫൈ ചെയ്ത വണ്ടികൾ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അനുവദിക്കപ്പെടാവുന്ന മോഡിഫിക്കേഷനുകൾ അനുവദിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാ വിധത്തിലും തോന്നുന്നത് പോലെ നമുക്ക് ഒരു കാറിന്റെ മേളിൽ 4 സ്പൈക്ക് വെച്ച് പോകാന്ന് വിചാരിച്ചാൽ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഈ റോഡ് സുരക്ഷ കൂടി കൺസിഡർ ചെയ്തതിന് ശേഷമുള്ള മോഡിഫിക്കേഷൻ മാത്രമേ ഏതൊരു സർക്കാരിനെ മോഡിഫിക്കേഷൻ അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ബസ് ജീവനക്കാരെ എന്തോരം ഉപദ്രവിച്ചു ഈ സർക്കാർ. വെള്ള പെയിന്റ് അടിക്കണം എന്ന് പറഞ്ഞു, വെള്ള പെയിന്റ് എല്ലാവരും കൂടെ അടുപ്പിച്ചു. വെള്ള പെയിന്റ് മാറ്റണമെങ്കിൽ 4 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ വെള്ള പെയിന്റ് മാറ്റി തരാമെന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാ ബസ്സുകളിലും മറ്റേ എന്തോ ലഹരി വസ്തുക്കൾ ഇരിക്കുന്നത് പോലെ വരിക, ചെക്ക് ചെയ്യുക, അവിടെ ഇരിക്കുന്ന സ്പീക്കറും ലൈറ്റും എല്ലാം അഴിച്ചു പറക്കി. ഇനി ഒരു ബസ്സിലും സ്പീക്കറും ലൈറ്റും ഒന്നും പാടില്ല. ഇനി ആരും ടൂറ് പോകണ്ട, ആരും വിനോദയാത്ര പോകണ്ട, വെറും വണ്ടിയിൽ നിശബ്ദമായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ വിനോദയാത്ര പോയാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് മാറിയിരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ഇതേപോലെ തന്നെ ഇവരിപ്പോ പറയുമല്ലോ, അയ്യോ നിങ്ങൾക്ക് സ്റ്റിയറിംഗില് ഇതിടാം, താഴെ മാറ്റി വിരിച്ചിടാം. നേരത്തെ ഈ മാറ്റം കിട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ 100-500 രൂപ പിഴ അടയ്ക്കുന്ന സർക്കാരായിരുന്നു. ഇപ്പോ എന്തെല്ലാം റീല് വന്നിരുന്നു. ഇപ്പൊ ബൈക്കിന്റെ മേളിൽ ഒരു കാക്ക തൂറിയിട്ടത് ഇത് മോഡിഫിക്കേഷൻ അല്ലേ എന്ന് പറഞ്ഞ് പെറ്റി അടിക്കുന്ന രീതിയിൽ അങ്ങനെ സർക്കാസ്റ്റിക് ആയിട്ട് എന്തെല്ലാം പോസ്റ്റുകൾ വന്നിരുന്നു. ആ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ആരും ഓർക്കുന്നില്ലേ പ്രിയ സഹോദരരെ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാവുള്ളൂ ഈ വിഷയത്തിൽ.